ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഫസ്റ്റ് കണ്ടുപിടിച്ചു. പിന്നെ അതിന് മുമ്പേ അവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫോളോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരുന്ന പ്രൊഡക്ഷൻ റൂളുകൾ എന്ന് പറയുന്നത് അല്ലേ? ഇത്രയായിരുന്നു നമുക്ക് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോളോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫോളോയുടെ റൂൾ ഒന്ന് പഠിച്ചു വെക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ? ഫോളോയുടെ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഫോളോയ്ക്കകത്ത് എന്ത് വേണം? ഡോളർ സിമ്പിൾ എന്തായാലും ഇടണം. ഈ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താ? എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ, ഇങ്ങനെ ഒരു ഫോർമാറ്റ്. എന്നിട്ട് ഈ ഫോർമാറ്റിൽ ബീറ്റയുടെ സ്ഥാനത്ത് നോട്ട് ഈക്വൽ ടു എപ്സലോൺ, ബീറ്റ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണെങ്കിൽ ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താ? എ ടെൻസ് ടു ആൽഫ ബി. ഓക്കെ, അല്ലെങ്കിൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റയും ഫസ്റ്റ് ഓഫ് ബീറ്റ, എന്നിട്ട് ഫസ്റ്റ് ഓഫ് ബീറ്റ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അവിടെ എപ്സലോണും ഉണ്ടെങ്കിൽ ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ 3 റൂളുകൾ. ഈ റൂളുകൾ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഈ റൂളുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ ഇതാണ്, ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂൾ കാണാൻ പഠിച്ചിരിക്കണം. ഇത് നമ്മൾ കാണാൻ പഠിച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഫോളോ ചെയ്യാൻ പോകുമ്പോഴത്തേനും നമ്മൾ എന്താണ് ഫോളോ ഓഫ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ഫോളോ കാണണം? എസിന്റെ ഫോളോ കാണണം, എല്ലിന്റെ ഫോളോ കാണണം, എൽ ഡാഷിന്റെ ഫോളോ കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഫോളോ ഓഫ് എസ് ആണ്. ഓക്കെ, നമ്മൾ എസിന്റെ ഫോളോ കാണാൻ പോവാം. അപ്പം ഫോളോ ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫോളോ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഫോളോ ഓഫ് എസ് എന്ന് പറയുന്നത്, എസിന്റെ പ്രത്യേകത എന്താ? എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിളാണ്. സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ എന്താ? നമ്മൾ ഫോളോയ്ക്കകത്ത് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോളർ സിമ്പിൾ ഇടണം അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഡോളർ സിമ്പിൾ കൊടുത്തു. ഇത് ഡോളർ സിമ്പിൾ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ആ, ഓക്കെ, ഇതാണ് നമ്മുടെ ഡോളർ സിമ്പിൾ കൊടുത്തു. ഇനി എനിക്ക് ബാക്കി ഫോളോവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ റൂൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ, അപ്പൊ ഞാൻ ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രണ്ടാമത്തെ മൂന്നാമത്തെ റൂൾ അല്ലേ? അപ്പൊ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരോയുടെ ശേഷം ആരോ കഴിഞ്ഞതിന് ശേഷം എസ് പ്രസന്റ് ആയിട്ടുള്ള അല്ലെ എസ് വരുന്ന ഏതൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് എടുക്കണം. എന്നിട്ട് ആ പ്രൊഡക്ഷനിലാണ് നമ്മൾ ആ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ നമ്മൾ റൂളുകൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ഓഫ് എസ് ആണ് കണ്ടുപിടിക്കുന്നത്, എസിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആരോയ്ക്ക് ശേഷം എവിടൊക്കെ എസ് വരുന്നുണ്ട്, ഏതൊക്കെ പ്രൊഡക്ഷൻ റൂളുകളിൽ എസ് വരുന്നുണ്ട്, ആ പ്രൊഡക്ഷൻ റൂൾസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഏതൊക്കെയാണ് വരുന്നത്? രണ്ടാമത്തേനകത്ത് വരുന്നുണ്ട് അല്ലേ? അതായത് എസ് ടെൻസ് ടു എസ് എൽ ഡാഷ് വരുന്നുണ്ട് കണ്ടോ? അപ്പൊ ആരോയ്ക്ക് ശേഷം നമുക്ക് ഇവിടെ എസ് വന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ് ഓർ എപ്സലോൺ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് പ്രൊഡക്ഷനെയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ പ്രൊഡക്ഷൻ റൂൾ എടുക്കുകയാണ്, എൽ ടെൻസ് ടു എസ് എൽ ഡാഷ്. ഓക്കെ, ആദ്യത്തെ പ്രൊഡക്ഷൻ റൂൾ ഞാൻ എടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോളോ ഓഫ് എസിന്റെ ഫോളോ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ ആ ഫോർമാറ്റ് എന്തായിരുന്നു? എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. അത് മറക്കരുത്, അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്ന്. അപ്പൊ ഞാനത് ഇവിടോട്ടൊന്ന് എഴുതിയാൽ, ഇപ്പം എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആണെങ്കിൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതി കണ്ടോ, ഇതാണ് നമ്മുടെ റൂൾ, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. അപ്പൊ നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താ? ബി നമുക്ക് കാണേണ്ട ഫോളോ ആണ്. അപ്പം എസ് ആണ് നമുക്ക് കാണേണ്ട ഫോളോ എന്ന് പറയുന്നത് അല്ലെ? എസിന്റെ ഫോളോ ആണ് കാണേണ്ടത്, അതിന്റെ ബോളി വേണം ബി ഇടാൻ. ഇനി ബിക്ക് ഇപ്പുറത്തൊന്നും ഇല്ല. ഇനി ബിക്ക് അപ്പുറത്ത് വരുന്ന എല്ലാം എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും, ബീറ്റ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ ഇല്ല. അങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, എ ടെൻസ് ടു ബി ബീറ്റ എന്ന് എഴുതാം അല്ലെ? ആൽഫയുടെ ടൈം ഇല്ല, നമുക്ക് ബിയും ബീറ്റയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത്? ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണ് അല്ലെ? ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത്? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു, അതായത് ഫോളോ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും വരുന്നത് അല്ലെ? ഫസ്റ്റ് ഓഫ് ബീറ്റ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് എൽ, ബീറ്റയുടെ സ്ഥാനത്ത് എൽ ഡാഷ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി നോക്കണം, അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എൽ ഡാഷിന്റെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ എന്തായിരുന്നു എൽ ഡാഷിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്? കോമയും വരുന്നുണ്ട്, എപ്സലോണും വരുന്നുണ്ട് അല്ലേ?
ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ദേ ഇവിടെ നമ്മളിത് ഓൾറെഡി കണ്ടുപിടിച്ച സാധനമാണ്. ദേ എൽ ഡാഷിൻ്റെ ഫസ്റ്റ് ദേ കിടക്കുന്നു എൽ ഡാഷിൻ്റെ ഫസ്റ്റ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലേ. അപ്പം ഇവിടെ കോമയും വരുന്നുണ്ട്, നമുക്ക് എപ്സിലോണും വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോളോ എഴുതുമ്പോഴത്തേക്കിന് നമ്മൾ ഫോളോയിൽ നമ്മൾ ഈ ഫസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എപ്സിലോൺ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഫോളോയ്ക്കകത്ത് ഫസ്റ്റിനകത്ത് വേണം, ഫോളോയ്ക്കകത്ത് നമ്മൾ ഒരിക്കലും എപ്സിലോണിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കോമ മാത്രമേ, നമ്മൾ ഈ ഒരു കോമ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഡോളറിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കോമ കൊണ്ടുവന്നിടണം. അപ്പോൾ ഞാൻ ഈ ഡോളറിൻ്റെ കൂടെ ഞാൻ നമ്മുടെ കോമ, ഇതാണ് നമ്മുടെ കോമ. ഓക്കെ, അപ്പോൾ കോമയെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, കാരണം അവിടെ എന്താണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ബീറ്റ, അതായത് ഫസ്റ്റ് ഓഫ് എൽ ഡാഷിനകത്ത് നമുക്ക് എപ്സിലോൺ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫോളോ എഴുതുന്ന സമയത്ത് ഒരിക്കലും എപ്സിലോണിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. എപ്സിലോൺ ഒഴികെ ബാക്കി എന്തൊക്കെ ഫസ്റ്റിനകത്ത് കിടപ്പുണ്ടോ അത് നമുക്ക് ഇടാം. ഓക്കെ, ഫോളോയ്ക്കകത്ത് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോമ മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തുള്ളൂ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അടുത്ത നെക്സ്റ്റ് നോക്കുക. രണ്ടാമത്തെ അടുത്ത റൂൾ ഏതാ, അല്ലെങ്കിൽ അടുത്ത പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എൽ ഡാഷ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എൽ ഡാഷിനെ എടുക്കാം. എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ് ഓർ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ അടുത്തതിനെ എടുത്തു. അപ്പം ഈ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോളോ അല്ലേ, അവിടെയാണ് നമ്മൾ ബി ഇടേണ്ടത് അല്ലേ. എസിന്റെ ലെഫ്റ്റിൽ എന്ത് വന്നു, അത് ആൽഫ, അതായത് കോമ ആയിരിക്കും ആൽഫ. ഇനി ബീറ്റയുടെ സ്ഥാനത്ത് എന്താ, എൽ ഡാഷും വന്നു. അപ്പം എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്നുള്ള ആ ഫോമിൽ വന്നില്ലേ. ഇനി നമുക്ക് എന്താ, അപ്പോൾ നമ്മൾ ഇനി ഈ ആൽഫ ബി ബീറ്റ, ഇനി രണ്ടാമത്തെ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയേ. ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ അല്ലേ, അതായത് എൽ ഡാഷ് അവിടെ ഉണ്ട്, നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ അപ്ലൈ ചെയ്ത് തന്നെ ഫോളോ ഓഫ് എസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് വരും അല്ലേ. ഫോളോ ഓഫ് എസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേന് ബീറ്റയുടെ ഫസ്റ്റ് അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ടില്ലേ. നമ്മൾ അവിടെ കോമ അപ്പുറത്തുനിന്ന് പോയി കോമ എടുത്തു, എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ടു അല്ലേ. ഇനി അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി തേർഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തേർഡ് റൂളിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എ ടെൻസ് ടു ആൽഫ ബി ബീറ്റയും ബീറ്റ, അതായത് ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സിലോൺ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഈ എൽ ഡാഷിന്റെ ഫസ്റ്റിനകത്ത് എപ്സിലോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഫോളോ ഓഫ് എസ് ഈക്വൽ ടു ഫോളോ ഓഫ് എൽ ഡാഷ് എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മൂന്നാമത്തെ റൂള് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റൂളിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഈ റൂള് എ ടെൻസ് ടു ആൽഫ ബി ബീറ്റയും ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സിലോണും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ഓഫ് ബി ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് എഴുതണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഫസ്റ്റ് ഓഫ് എൽ ഡാഷിന്റെ പ്രത്യേകത എന്താ, എൽ ഡാഷിന്റെ ഫസ്റ്റ് നോക്കി, നമ്മൾ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എപ്സിലോൺ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് നമുക്ക് എപ്സിലോൺ ഇല്ലേ, ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. തേർഡ് റൂൾ വീണ്ടും അപ്ലൈ ചെയ്യണം. ഫോളോ ഓഫ് ബി ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് വരും. അപ്പോൾ ഫോളോ ഓഫ് ബി ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ഫോളോ ഓഫ് എസ്. ഫോളോ ഓഫ് എസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് വരും. ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് വരും. ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് വരും അല്ലേ. ഫോളോ ഓഫ് എൽ ഡാഷ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എൽ ഡാഷിന്റെ ഫോളോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മൾ ഈ എസിനകത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് എൽ ഡാഷിന്റെ ഫോളോ. അപ്പം എൽ ഡാഷിന്റെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, നമ്മൾ എസ് വരെ ആയതേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് എസിന്റെ ഫോളോ അല്ലേ. ഇനി എല്ലിന്റെ കണ്ടുപിടിക്കണം, എൽ ഡാഷിന്റെ കണ്ടുപിടിക്കണം. അപ്പം മറക്കരുത്, ഈ എൽ ഡാഷിന്റെ ഫോളോ കണ്ടുപിടിച്ച് കഴിയുമ്പം അത് ഈ എസിന്റെ ഫോളോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോകരുത്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്താ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോളുക, ഈ ഒരു കാര്യം. അതായത് എൽ ഡാഷിന്റെ ഫോളോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എസിനകത്തൂടെ, ഫോളോ ഓഫ് എസിനകത്ത്, അതായത് ഇവിടെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇടണം, ഈ ഒരു സ്ഥലത്ത് ഇട്ട് കൊടുക്കണം, ഇല്ലേ മറന്നു പോരുത്. ഓക്കെ, അപ്പം ഇതുവരെ നമുക്ക് എന്താ, ഡോളറും കോമയും കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഒരാളെയും കൂടെ കിട്ടാനുണ്ട്. അത് നമ്മൾ എൽ ഡാഷിന്റെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ആ ആളെ കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എസിന്റെ ഫോളോ. ഓക്കെ, എസിന്റെ ഫോളോ നമ്മൾ അവിടെ നിൽക്കട്ടെ, കാരണം എസിന്റെ ഫോളോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എൽ ഡാഷിന്റെ കൂടെ കിട്ടിയാലേ നമുക്ക് അത് എസിനകത്ത് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഫോളോ, അപ്പം ഇവിടെ ഞാൻ എസിന്റെ ഫോളോ അവിടെ വെച്ച് നിർത്തി. ഇനി നമുക്ക് എല്ലിന്റെ ഫോളോ കണ്ടുപിടിക്കാം, അതിനുശേഷം എൽ ഡാഷിന്റെ കണ്ടുപിടിക്കാം, എന്നിട്ട് എൽ ഡാഷിന്റെ ഫോളോ എടുത്തിട്ട് നമുക്ക് എസിനകത്തൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എല്ലിന്റെ ഫോളോ ആണ്. ഫോളോ ഓഫ് എൽ ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഫോളോ ഓഫ് എൽ. അപ്പൊ നമുക്ക് നോക്കാം ഫോളോ ഓഫ് എൽ.
ഫോളോ ഓഫ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ നോക്കിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ല് വരുന്ന ഏതാണോ അത് എടുത്താൽ മതി അല്ലേ? അപ്പം ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ല് വരുന്ന ഏതാ? ആദ്യത്തെ പ്രൊഡക്ഷനേ ഉള്ളൂ, എസ് ടെൻസ് ടു എൽ ഓർ എ എന്ന് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രൊഡക്ഷൻ റൂൾ ഏതാണ്? ഏറ്റവും ആദ്യത്തെ എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ് ബ്രാക്കറ്റ് ഓർ എ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? ഇനി എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ഒന്ന് ഇട്ട് നോക്കിക്കേ. ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന്റെ മുകളിൽ വേണം ഇടാൻ. അപ്പോൾ എല്ലിന്റെ മുകളിലാണ് ഇട്ടത്. ലെഫ്റ്റ് വരുന്നത് ആൽഫ ആയിരിക്കും, റൈറ്റ് വരുന്നത് ബീറ്റ ആയിരിക്കും, ഇനി എ ആയിരിക്കും. എ ടെൻസ് ടു, അപ്പോൾ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ അല്ലേ? ആണ്, ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ സെക്കൻഡ് റൂള്? ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൂള്, അതായത് ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് ബീറ്റ വരും അല്ലേ? അതായത് ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ. ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ബീറ്റ എന്താ? അതായത് ബീറ്റയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഈ ബീറ്റ എന്താ? ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്താ? അത് തന്നെയാ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് തന്നെയാ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ ഫോളോ എന്നാ? ഫോളോ ഓഫ് എല്ല്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്, എല്ലിന്റെ ഫോളോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ എല്ലിന്റെ ഫോളോ. അപ്പൊ നമ്മൾ എസിന്റെ ഫോളോ കണ്ടുപിടിച്ചു, എല്ലിന്റെ ഫോളോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോളോ ആണ് എന്ത്? എൽ ഡാഷിന്റെ ഫോളോ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇനി മറന്നു പോരുത്, ആ എൽ ഡാഷിന്റെ ഫോളോ കിട്ടുന്ന എന്താണോ അത് നമ്മൾ എസിന്റെ ഫോളോയ്ക്കകത്തോട്ട് ഇടണം. ഓക്കെ, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ എൽ ഡാഷിന്റെ ഫോളോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ.